ഗൈസ്, നമ്മളിന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ ടെമ്പിൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ന്യൂജേഴ്സി തന്നെ കേട്ടോ, ഇവിടെ അടുത്താണ്. അപ്പോൾ നമുക്ക് പോകാം ഏറ്റവും വലിയ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ടെമ്പിളാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വരും, പല മതക്കാരും പല രാജ്യങ്ങളിലുള്ളവരും. അതുകൊണ്ട് തന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ അത്ഭുത കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോകാം. ഈ മരത്തേൽ ഇതേ ഒരു കായ ഉണ്ടായിട്ടുണ്ടല്ലോ. നിറച്ചുണ്ടായി. പോകാം. കാഴ്ചകളൊക്കെ കാണുന്നതിന് മുമ്പ് ആദ്യം തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുത്തേക്കിട്ടാ, മറന്നു പോകല്ലേ. അപ്പം നമ്മൾ കുറേ ഉൾവഴികളിലൂടെയൊക്കെ പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ആ അമ്പലത്തിലേക്ക് എത്താൻ പോകുന്നത്. അടിപൊളി കാഴ്ചയുണ്ട്. ന്യൂജേഴ്സി തന്നെയാണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴും ഓർക്കും ഈ ഒരു ടെമ്പിൾ കാണാൻ പറ്റുമെന്ന്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ മാതിരി നമ്മൾ അടുത്തുള്ള കാഴ്ചകൾ കാണാതെ എപ്പോഴും ദൂരത്തേക്കാണ് പോകാറ്. അപ്പോൾ എന്തായാലും ഇത്തവണ രണ്ടും കൽപ്പിച്ച് ഈ ഒരു അമ്പലത്തിലേക്ക് വരാമെന്ന് തന്നെ വിചാരിച്ച് അങ്ങനെ ദേ നമ്മൾ അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കോമ്പൗണ്ടിലേക്ക് കടന്നപ്പോഴത്തേനും കുഞ്ഞു താറാവ് കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ തുടങ്ങിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതുങ്ങൾ ഇങ്ങനെ നിൽക്കണത് കാണാം. വലുതല്ല കേട്ടോ, അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ട കുഞ്ഞുങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണോടത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എപ്പോഴും തിരക്കാണെന്നാണ് കേട്ടോ പറഞ്ഞേക്കണത്. ശരിയാണ്, ഇന്നും എന്തൊരു തിരക്കാണെന്ന് അറിഞ്ഞാൽ. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ അതൊക്കെ ഇട്ട് അങ്ങനെ നമ്മളിനി അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുന്നതിന് ഡ്രസ് കോഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊന്നും അങ്ങനെ കയറാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന ആ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട്. ആ ഫസ്റ്റത്തെ ആ ഒരു കാഴ്ച തന്നെ അടിപൊളിയാണ് കേട്ടോ. ഈ അമ്പലത്തിൽ ആരാധിക്കണ ഗുരുവിൻ്റെ വെങ്കലത്തിലുള്ള പ്രതിമയുണ്ടോ ആ നേരെ കാണുന്നത്. ആ വലിയ രൂപം പോലെ കാണില്ലേ. അപ്പോൾ അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള വഴികളാണ് കേട്ടോ ഇതിങ്ങനെ ഒരു മാപ്പ് പോലെ ഇവിടെ ഇങ്ങനെ ചിത്രീകരിച്ചേക്കണം. നല്ല രസമുണ്ടല്ലോ അതിങ്ങനെ സെറ്റ് ചെയ്തേക്കണ കാണാനായിട്ട്. ഇവിടെ വരുന്നവരെല്ലാവരും ആ ഒരു ഗുരുവിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ഇവിടെ ചന്ദനത്തിരി കത്തിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ചന്ദനത്തിരി അവിടെ ഇങ്ങനെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് എടുത്തിട്ട് കത്തിക്കാം. എന്തായാലും അടിപൊളിയായിട്ടോ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാണാനുള്ള ആ ഒരു ഭംഗിയും എല്ലാം അടിപൊളിയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തായിട്ട് കാണിക്കാൻ പോണത് ഇത് കണ്ടില്ല, ഇവിടെ എഴുതി വെച്ചേക്കണേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോട്ടോ. അപ്പം ഞാൻ കാണിക്കാൻ പോണതെന്ന് വെച്ചാൽ ഇവിടെ ചെറുതായിട്ടൊരു പോണ്ട് പോലെയുണ്ട് ഈ അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിലായിട്ട്. ഇതേ കാണാണ്ടില്ലേ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള 108 നദികളിൽ നിന്നും വെള്ളം ശേഖരിച്ചിട്ടാണ് ഈ ഒരു പോണ്ട് ഉണ്ടാക്കിയേക്കണത്. എന്താല്ലേ കാണുമ്പോൾ തന്നെ അത്ഭുതം തോന്നും. നമ്മുടെ നാട്ടിലുള്ള വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഇതുമാതിരി പോണ്ട് പോലെ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിശയോന്ന് തന്നെ പറയാം കേട്ടോ. അതുപോലെയാണ് നമുക്ക് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. ഈ പോണ്ടിൻ്റെ സംഭവം മാത്രമല്ല കേട്ടോ, ഈ അമ്പലത്തിലെ A to Z കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് കേട്ടോ ഇറക്കുമതി ചെയ്തേക്കണത്. കല്ലുകളൊക്കെ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് അയച്ചിട്ട് ഇന്ത്യയിലാണ് ഇത് കൊത്തുപണി ചെയ്ത് അത് പീസാക്കി അവിടെ നിന്ന് കപ്പൽ വഴിയാണ് ഈ അമേരിക്കയിൽ എത്തിച്ചിട്ടാണ് ഈ ഒരു അമ്പലം ഉണ്ടാക്കിയേക്കണത്. അതിശയം തന്നെയല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഇന്ത്യക്ക് അഭിമാനിക്കാൻ പറ്റണ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തോരം ആളുകളാണെന്ന് അറിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ അമ്പലം കാണാൻ വേണ്ടിയിട്ട് പല പല രാജ്യങ്ങളിലുള്ളവരും പല മതങ്ങളിലുള്ളവരും ഒക്കെ ഇവിടെ വരുന്നത്. നമ്മളങ്ങനെ ഇപ്പോൾ കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ചെറിയൊരു മ്യൂസിയം പോലെയൊക്കെ കാണാം. അതിന് ശേഷം അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് കയറുന്നതിന് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് അകത്ത് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ മനോഹരമെന്ന് പറഞ്ഞാൽ അത്രക്കും മനോഹരം ഉണ്ടാ. ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പറ്റും. ഫുള്ള് കൊത്തുപണികളൊക്കെ ചെയ്തിട്ട് എന്ത് രസത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കണ്ടാലും മതി വരാത്ത അത്ര
മനോഹരമായിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണത്. കുറേ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പെട്ടെന്ന് കണ്ട് തീർത്ത്. കാരണം എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് അമ്പലമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കാണാനുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ അത് അടക്കാൻ ടൈമായിട്ടുണ്ടായിരുന്നു. 5:30 ആകുമ്പോഴത്തേക്ക് അത് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പെട്ടെന്ന് തന്നെ കണ്ട് തീർത്ത് പുറത്തേക്ക് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കുറേ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഇഷ്ടംമാതിരി വീഡിയോ എടുക്കാനും ഒക്കെ ഉണ്ട്. നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങി. ഫസ്റ്റ് തന്നെ കാണുന്ന ഈ ഒരു അമ്പലമില്ലേ, അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ആദ്യം തന്നെ കയറാൻ പോണത്. അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലോ. ഈ അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അടിപൊളി കേട്ടോ. അത് നേരിട്ട് കാണേണ്ട കാഴ്ച തന്നെയാണ്. വീഡിയോ എടുക്കാൻ പറ്റൂല, അത് വീഡിയോ എടുത്തില്ല. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കണ്ടാൽ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് രസവും കാണാൻ. അതിൻ്റെ അകത്തെ കാഴ്ച എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഫുള്ള് വൈറ്റ് മാർബിളിലുള്ള കൊത്തുപണികളാണ് കേട്ടോ മൊത്തത്തിൽ കാണാനായിട്ട്. എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് താജ്മഹൽ കാണാൻ പോയിട്ടുണ്ടായി. എനിക്ക് തോന്നണ അതിനേലും മനോഹരമായിട്ടാണ് ഇത് കാണാൻ ഭംഗിയെന്ന് എനിക്ക് തോന്നണം. അത്രയ്ക്ക് ഇതിലാണ് അവർ ആ കൊത്തുപണികളും ഒക്കെ ചെയ്തു വെച്ചേക്കണത്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോണത് ആ നേരെ കാണാൻ മെയിനായിട്ടുള്ള അമ്പലമില്ലേ, അതിൻ്റെ അകത്ത് ഇനി കയറണം. അവിടെയും ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ബെഞ്ചുകളൊക്കെ അരികിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിരിക്കാം, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഇഷ്ടമാതിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞാൽ എവിടെ ക്യാമറ വെച്ചാലും നമുക്ക് അടിപൊളി ഫോട്ടോസ് കിട്ടും. അതുമാതിരത്തെ സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം. കുറേ നടന്ന് കാണാനും ഒക്കെ ഉണ്ട്. കുറേ ഇനിയും പണി നടക്കണൊക്കെ ഉണ്ടെന്ന് തോന്നട്ടെ ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് മൊത്തത്തിൽ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ ഓരോ കൊത്തുപണികളെക്കുറിച്ചും ആ ഒരു ശില്പങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ. അതൊക്കെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ കഥകൾ പറയാനൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ തപ്പി നോക്കിയാൽ മതിയാ. അപ്പോൾ ഇവിടെ കുറേ ക്യാഷുകളൊക്കെ ഇങ്ങനെ ഇട്ടേക്കണുണ്ടല്ലേ, നമുക്ക് പ്രാർത്ഥിച്ച് അവിടെ വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം കേട്ടോ ക്യാഷൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഗൈസ്, നമ്മളങ്ങനെ ഈ ഒരു ടെമ്പിളിൻ്റെ അകത്ത് പോയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ കാഴ്ച കാണാനായിട്ട്. ഫുള്ള് മാർബിളാണ്. പിന്നെ ഒരു 1.5 മുതലാണത്. കാണണം, നേരിട്ട് കാണണം. പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല അതിൻ്റെ ഭംഗി. വീഡിയോ എടുക്കാൻ പറ്റൂലെന്നേ, അതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ അതിൻ്റെ അകത്ത് എടുത്തില്ലെങ്കിൽ എന്താ, അതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ അടിപൊളിയല്ലേ. എൻ്റെ പിന്നെ എന്തോരം ഫോട്ടോയും വീഡിയോ എടുത്താലും മതിയാവില്ല കേട്ടോ. എപ്പോഴും നോക്കിയാലും അത്രയ്ക്ക് ഭംഗിയാണ്. ക്യാമറ ഇവിടെ വെക്കണോന്നങ്ങോട്ട് നമുക്ക് കൺഫ്യൂഷനായി പോകും. അതുപോലെയാണ് ഇവിടുത്തെ കാഴ്ച കാണാനായിട്ട്. കണ്ടില്ലേ? ശരിക്കും വീഡിയോ എടുത്താലും ആ ഒരു ഭംഗി കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ നേരിട്ട് കാണണം ഇതിൻ്റെ അകത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ. ഈ അമ്പലത്തിൻ്റെ അകത്ത് നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി മുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാഴ്ചകളുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറോളമുള്ള കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതേ വേറൊരു ബിൽഡിങ്ങിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 തിയേറ്റർ പോലെ ഉണ്ട് കേട്ടോ. അതായത് ഈ ഒരു അമ്പലത്തിനെ കുറിച്ചും അത് പണിത ആ ഒരു ഇതൊക്കെ ഫുള്ള് സ്റ്റോറി അവരൊരു ഇതുപോലെ ഷോർട്ട് സ്റ്റോറി പോലെ ഇങ്ങനെ ഇട്ടിട്ട് ആ ഒരു തിയേറ്ററിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നായിരുന്നു. പിന്നെ ഇവിടെ കുറേ ഫോട്ടോസൊക്കെ കൊടുത്തേനാണ്ടില്ലേ ഓരോ വർഷങ്ങളിലും അത് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പണിതേക്കണേൻ്റെ ആ ഒരു ഇതൊക്കെ എല്ലാം ഇങ്ങനെ കുറിച്ചിങ്ങനെ നമുക്ക് പോണ വഴിയിലൊക്കെ കാണാൻ സാധിച്ചു. പിന്നെ ഇവിടെ ഒരു സുവനീർ ഷോപ്പ് ഉണ്ടായിരുന്നേ. നമ്മളിവിടെ നിന്ന് സുവനീറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു അടിപൊളി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കാണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ ഡിന്നറൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓർഡറൊക്കെ ചെയ്ത് ക്യൂ ഒക്കെ നിന്ന്, വലിയ ക്യൂ ആയിരുന്നു, നല്ല തിരക്കായിരുന്നേ. ഇവിടെയൊക്കെ ഏത് ടൈമിൽ വന്നാലും തിരക്കായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഓരോ ഫുഡിനും ഓരോരോ കൗണ്ടറുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധിക നേരമൊന്നും അങ്ങനെ നിൽക്കേണ്ടി വന്നില്ല. അങ്ങനെ അതേ നമ്മൾ കുറച്ച് ഫുഡുകളൊക്കെ വാങ്ങി. അപ്പോൾ ഇരുന്ന് കഴിക്കാനുള്ള ഡൈനിങ് സ്പേസൊക്കെ കുറച്ച് അങ്ങോട്ട് നടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വാങ്ങി അങ്ങനെ നടക്കണേണ്. പല ടൈപ്പ് വെജിറ്റേറിയൻ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നെയ് റോസ്റ്റ്, മസാല ദോശ, പിന്നെ അതുപോലെ തന്നെ പപ്പടി ചാട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ മെയിനായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്
പാവ് ഭാജി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ പാവ് ഭാജി കഴിക്കാൻ പോണത്. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ അത് എന്തായിരിക്കും ടേസ്റ്റൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ കോഫിയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് പാത്തുവിൻ്റെ ഒരു ഫ്രണ്ടിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ, അപ്പോൾ സ്കൂളിലുള്ള ഫ്രണ്ട്സും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മിക്കവരും ഇവിടെ എപ്പോഴും വരുന്നവരൊക്കെ തന്നെയാണ്, അമ്പലമല്ലേ. അപ്പോൾ നമ്മളൊക്കെയാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. ഇത്ര അടുത്ത് കിടന്നിട്ട് ഇവിടം വരെ വരാനൊന്നും പറ്റിയില്ല. എന്തായാലും ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ വളരെ നഷ്ടമായി പോയേനായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ഈ ഒരു അമ്പലം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു കാഴ്ച തന്നെയാണ്. അതൊക്കെ നേരിട്ട് കണ്ടാലുള്ളൂ നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ചയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഇവിടെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറുന്നതിന് ഫുള്ള് ഫ്രീ ആണ്. പിന്നെ അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അകത്തൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വീഡിയോയൊന്നും അങ്ങനെ എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ. പിന്നെ ഡ്രസ് കോഡ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇവിടെ രാത്രിയാകുമ്പോഴത്തേക്കും ഫുള്ള് ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേനും വേറൊരു കാഴ്ചയായിരിക്കും കേട്ടോ. പക്ഷേ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിലും പിന്നെ കാഴ്ചകളൊക്കെ കാണണമെങ്കിലും പകൽ വെളിച്ചത്തിൽ വന്നാലല്ലേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ 7 മണി വരെയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 5:30 അല്ലെങ്കിൽ 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും അത് ക്ലോസ് ചെയ്യും. അതിൻ്റെ അകമാണ് ശരിക്കും മെയിനായിട്ട് കാണേണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആളുകൾ ഇപ്പോഴും പോയിട്ടൊന്നുമില്ല കേട്ടോ. അതേ കണ്ടില്ല, അവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ചും ഫോട്ടോസൊക്കെ എടുത്തും അവിടെയൊക്കെ ഇരിക്കണം നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാനേ തോന്നൂല കേട്ടോ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ എന്തായാലും ഈ അമ്പലത്തിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അമേരിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.